കഴിഞ്ഞ മാസം കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയി. ഒരു ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന ആശീർവാദ അച്ഛന്മാർക്ക് ഞാൻ പോയ കാര്യം അറിയാം. ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പുറത്തുനിന്നൊരു അച്ഛനുണ്ടായിരുന്നു. വളരെ സീനിയറായിട്ടൊരു അച്ഛനായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഇവിടെ ചില അച്ഛന്മാർ കുംഭമേളയിലൊക്കെ പങ്കെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആ സീനിയറായിട്ടുള്ള അച്ഛൻ ദേഷ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, അവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണം. പണ്ട് യേശുദാസ് ശബരിമലയിൽ പോയപ്പോൾ പുറത്താക്കില്ല, അതുപോലെ അവരൊക്കെ പുറത്താക്കണം. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ സംസാരിച്ചില്ല. ഞാനാണ് പോയതൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ എൻ്റെ ടോക്കിൽ ഒരു സ്ഥലത്ത് ഞാൻ കുംഭമേളയിൽ പോയ കാര്യം പറഞ്ഞില്ല. പറയേണ്ട ധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാതൃഭൂമിയുടെ സപ്ലിമെൻറ്റിൽ ഒരു പേജ് നിറയെ ബോബി ജോസച്ചിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അച്ഛൻ കുംഭമേളയിൽ പങ്കെടുത്ത കാഴ്ചകളായിരുന്നു അത്. അപ്പോൾ ഞാൻ കുംഭമേളയിൽ പോയപ്പോൾ അതേ ഫ്ലൈറ്റിൽ അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ലക്നൗ വരെ ഒരേ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ട് വഴിയെ പോയി. കുംഭമേളയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയില്ല. പിന്നെ ഞാൻ ഈ ലേഖനമാണ് കാണുന്നത്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ കടലിലേക്ക് എത്തുന്ന പരൽമീനുകൾ എന്നാണ്. അച്ഛൻ പറയുന്നത് എല്ലാ ജലവും ഗംഗയാണ്, എല്ലാ പുഴയും ജോർദാനാണ്, എല്ലാ ഉറവയും സംസമാണ്. അച്ഛൻ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്. ഒരു കുഞ്ഞിനെ ജ്ഞാനസ്നാനപ്പെടുത്താൻ ഒരു കുമ്പിളിൽ വെള്ളമെടുക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആർത്തിരമ്പി വരുന്ന കുറേ ഓർമ്മകളുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വരി, ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവസാന്നിധ്യം തൊട്ട് ജോർദാനിൽ മുങ്ങി നിവർന്ന ക്രിസ്തുവിൻ്റെ ഓർമ്മ വരെ അതിലുണ്ട്. ഒരു കുഞ്ഞിനെ അടിമുടി ശുദ്ധീകരിക്കുകയാണ് ജ്ഞാനസ്നാന വെള്ളം. ഗംഗ ഈ കാണുന്നതല്ല, നക്ഷത്രപഥങ്ങളിലൂടെ ഒഴുകുന്ന ഒന്നിൻ്റെ തുടർച്ച മാത്രമാണെന്ന ബോധമാണ് ശരിയായ ജ്ഞാനസ്നാനം. ദൃശ്യമായതൊക്കെ ഏതോ അദൃശ്യത്തിൻ്റെ തുടർച്ചയാണ്. ആ ബോധത്തിൻ്റെ പൊയ്കയിലാണ് ആദരവിൻ്റെ നീലത്താമരകൾ വിരിയുന്നത്. എൻ്റെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഞാൻ വന്നിട്ടുള്ളത് നിയമങ്ങളും പ്രവാചകന്മാരെ അസാധുവാക്കാനല്ല, അത് പൂർത്തീകരിക്കാനാണ്. ഈശോ എങ്ങനെയാണ് പ്രമാണങ്ങളെ പൂർത്തീകരിച്ചത്? എതിർപ്പുകൾ ഏറെ ഉണ്ടായിട്ടും അവൻ മറ്റ് നാടുകളിലേക്ക്, മറ്റു വിശ്വാസത്തിലേക്ക് വളരെ ധൈര്യത്തോടു കൂടി പാലമിട്ട് നടന്നു പോയെന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രമാണങ്ങളെ നമ്മൾ പൂർത്തീകരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളുണ്ടായാലും, ആർക്കൊക്കെ എതിരായാലും, നമ്മളൊക്കെ ഒരു വെറുപ്പിൻ്റെ പോസ്റ്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യരായിട്ട് നമ്മൾ മാറാണ്.